ഇരുട്ടിന്റെ ശക്തികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്തെ ഒരു കാടൻ സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഗൂഢമായ തന്ത്രങ്ങളിലൂടെ ഈ രാജ്യത്ത് ഒത്തൊരുമയോടുകൂടി ജീവിച്ച ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളായി സാഹോദര്യബോധത്തോടു കൂടി ജീവിച്ച ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഇവിടെ വർഗീയ വൈരം സൃഷ്ടിച്ചിട്ട് ഇവിടെ ചോരപ്പുഴയൊഴുക്കി ആ ചോരപ്പുഴയിലൂടെ അധികാരത്തിൽ തുകയല്ലേ 2014 ചെയ്തത് നരേന്ദ്രമോദി. നമുക്കറിയാം അന്ന് നരേന്ദ്രമോദി എന്താ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? എന്താ അദ്ദേഹം പറഞ്ഞത്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം പ്രസംഗിച്ചു. നൂറുകണക്കിന് ആയിരക്കണക്കിന് വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഈ രാജ്യത്തോട് പറഞ്ഞു, ഈ രാജ്യത്തിന്റെ മക്കളെ, പട്ടിണി പാവങ്ങളെ, എത്രയോ പേർ ഇവിടെ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്നു. ആയിരങ്ങളല്ല, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഈ രാജ്യത്ത് ഭവനരഹിതരായി കഴിയുകയല്ലേ? പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും സൗകര്യമില്ലാത്ത ജനങ്ങളെ ഈ രാജ്യത്തെ ഒന്ന് മാറ്റിപ്പണിയണ്ടേ? ഈ രാജ്യത്തെ പട്ടിണി മാറ്റണ്ടേ? ഈ രാജ്യത്ത് ഭവനമില്ലാത്തവർക്ക് കൂരകൾ ഉണ്ടാകണ്ടേ? എന്തൊരു പ്രഭാഷണമായിരുന്നു! അദ്ദേഹം മാത്രം അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുണ്ടല്ലോ, അവർക്കൊരു നല്ല നാൾ വരാൻ പോകുന്നു. നിങ്ങൾ എല്ലാവരും പോയി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങി, ബാങ്കുകളിലേക്ക് പോയി അക്കൗണ്ടുകൾ തുടങ്ങി. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന നല്ല നാളുകൾ വരാൻ പോകുന്നു. നിങ്ങൾ താമര ചിഹ്നത്തിൽ ഒന്ന് വോട്ട് ചെയ്താൽ മാത്രം മതി. അതല്ലേ അദ്ദേഹം പറഞ്ഞത്? ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു പോയി. ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു പോയി. തങ്ങൾക്ക് വീണ്ടും ഒരു നല്ല നാൾ വരാൻ പോകുന്നുവോ? എല്ലാവരും പോയി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി, എല്ലാവരും പോയി വോട്ട് ചെയ്തു. അങ്ങനെയാണല്ലോ 2014 അധികാരത്തിലെത്തിയത്. 2014 അധികാരത്തിലെത്തി. എന്നിട്ട് എന്താ ചെയ്തത്? എന്തൊരു മാറ്റമുണ്ടായി ഈ രാജ്യത്ത്? നിങ്ങൾ ചിന്തിക്കണം. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞു, സ്വച്ഛ് ഭാരത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചൂലുമെടുത്തുകൊണ്ടിറങ്ങി രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ ചില പൊറാട്ട് നാടകങ്ങൾ കളിക്കുകയായിരുന്നില്ലേ? ജാലവിദ്യക്കാരനെ പോലെ ജനങ്ങളെ പറ്റിക്കുന്ന ഓരോ സംഗതികളുമാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു, മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞു, ഓരോരോ പേരിട്ടുകൊണ്ട് ഓരോ സംഗതികളിലൂടെ ഓരോ ദിവസവുമുള്ള പ്രഭാഷണത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നോട്ടങ്ങ് നിരോധിച്ചു. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ നിരോധിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പാതിരാ സമയത്ത് വന്നതുകൊണ്ട് രാഷ്ട്രത്തോട് പറഞ്ഞു, ഈ രാജ്യത്തെ കള്ളപ്പണക്കാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ, ഇവിടെ കള്ളനോട്ടുകൾ, ആ കള്ളനോട്ടിൽ നിന്ന്, കള്ളപ്പണക്കാരിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാലും നിങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞില്ലേ? ഈ രാജ്യത്തെ ഞാനും നിങ്ങളും അടക്കമുള്ള ലക്ഷങ്ങൾ പൊറുതിമുട്ടി. അതിനുശേഷം വന്നു ഒരു രാജ്യം ഒരു നികുതി, ഒരു രാജ്യം ഒരു നികുതി, GST എന്ന് പ്രഖ്യാപിച്ചു. വല്ലാത്തൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് മാറ്റം വന്നു. നമുക്കറിയാം, എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞു. സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കർഷകന്റെ ആത്മഹത്യ പെരുകിക്കൊണ്ടിരുന്നു. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ BJP-കാരന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസിന്റേതടക്കമുള്ള ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നു. BJP-കാരന് ഒരു കാര്യം മനസ്സിലായി, ജനങ്ങൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പ് വന്നത്. അവർക്ക് മനസ്സിലായി, ഈ രാജ്യത്തെ സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ പറ്റി ജനങ്ങൾ ബോധവാന്മാരാണ്. അവർ വോട്ട് വിനിയോഗിച്ചാൽ തങ്ങൾക്ക് അധികാരത്തിന്റെ 4 അയലത്ത് പോലും എത്താൻ സാധിക്കില്ല എന്നവർക്ക് ബോധ്യം വന്നു. അപ്പോഴെന്താ അവർ ചെയ്തത്? എപ്പോഴും അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം പറയാൻ അവർ സന്നദ്ധരല്ല. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റി, സാമൂഹികമായ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുവാൻ അവർ തയ്യാറല്ല. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് വർഗീയതയാണ് മുഖ്യ അജണ്ട. അതുകൊണ്ട് തന്നെ വർഗീയമായ നിലപാടുകളിലൂടെ അവർ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു. നമുക്കറിയാം, ഈ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അധികാരത്തിൽ BJP ഇതര ഗവൺമെന്റുകൾ വന്ന സന്ദർഭത്തിൽ തന്നെ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരും പറഞ്ഞതാണ്, BJP-കാരൻ ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപം സൃഷ്ടിക്കും. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഒരു വർഗീയ കലാപത്തിന് അവർ തുടക്കം കുറിക്കും. അല്ലെങ്കിൽ ഒരു ഇന്ത്യ-പാക് യുദ്ധമുണ്ടാകും. കാരണം അത്തരം ഒരു സാഹചര്യം വന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിയും. വല്ലാത്തൊരു ദേശീയ ഭ്രാന്ത് സൃഷ്ടിക്കപ്പെടും. തങ്ങൾക്ക് അധികാരത്തിലെത്താൻ എളുപ്പമാകുമെന്ന് അവർക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് വിളിപ്പാട് അകലെ വന്നു നിന്നപ്പോ
കാശ്മീരിൽ 300ഓളം സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഞാനും നിങ്ങളുമൊക്കെ വായിച്ചില്ലേ? ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടില്ലേ? കാശ്മീരിൽ 300 സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതൊരു നാടകമാണ് എന്ന് പറഞ്ഞാൽ അത് BJP-ക്കാരന്റെ അല്ലെങ്കിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നവന്റെ ആസൂത്രിതമായ ഒരു നാടകമായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. വളരെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ നമുക്കറിയാം, ഒരു ഈച്ച പോലും അവിടെ പറക്കണമെങ്കിൽ സൈനികരുടെ അറിവില്ലാതെ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് 300ഓളം സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു? ആസൂത്രിതമായിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, പാകിസ്ഥാനുമായി ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് വേണ്ടി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട് ആ തെരഞ്ഞെടുപ്പിലുടനീളം അവർ അതിനെപ്പറ്റിയല്ലേ സംസാരിച്ചത്? എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും മാറ്റിവെച്ചു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തെ പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു. അത് ആസൂത്രിതമായ ഒരു നടപടിയായിരുന്നു. അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? BJP-ക്കാരന്റെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബുദ്ധിയിൽ ഉദിച്ച ഒരു തന്ത്രമായിരുന്നു, കുതന്ത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? രണ്ടാമതായി വോട്ടിംഗ് യന്ത്രത്തെ അവർ ഉപയോഗിച്ചു. എന്തുകൊണ്ട് ബാലറ്റ് സംവിധാനത്തിലേക്ക് മടങ്ങി വരാൻ അവർ തയ്യാറാകുന്നില്ല? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഈ രാജ്യത്തെ എല്ലാ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നു, ഈ വോട്ടിംഗ് യന്ത്രം BJP ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തി തന്നെയാണ് വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയത്. നിങ്ങൾ കേരളത്തിലേക്ക് കണ്ണോടിക്കുന്നു. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ് കേരളം. എല്ലാ വിഷയങ്ങളെയും വളരെ കൃത്യമായി അപഗ്രഥിക്കുന്ന ഒരു മനോഭാവമുള്ള ജനസമൂഹം ജീവിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയില്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് സീറ്റെങ്കിലും മരുന്നിന് പോലും നേടാൻ BJP-ക്കാരന് സാധിച്ചോ? സാധിച്ചില്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലടക്കം രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ കൃത്യമായി വിധി എഴുതുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ഇന്ത്യ പാക് യുദ്ധം എന്നൊരു സാഹചര്യം സൃഷ്ടിച്ച് അതിലൂടെ വോട്ടിംഗ് യന്ത്രം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൃത്രിമമായ മാർഗങ്ങളിലൂടെയാണ് രണ്ടാമതും അവർ അധികാരത്തിലെത്തിയത്. രണ്ടാമതും അധികാരത്തിലെത്തി വർഗീയമായ അജണ്ടകൾ മാത്രമേ അവർക്ക് പുറത്തെടുക്കുവാനുള്ളൂ. രാജ്യം എവിടെയെത്തി? തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തി. നമ്മുടെ ശ്രദ്ധ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഗീയമായ അജണ്ടകളെല്ലാം കൊണ്ടുവരുന്നത്. എന്റെ ഹൈന്ദവ സമുദായ അംഗങ്ങളോട്, എല്ലാ സഹോദര സമുദായ അംഗങ്ങളോടും, വിശ്വാസി സമൂഹത്തോടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നാം കൃത്യമായി അപഗ്രഥിക്കണം. നാം നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കണം, സംവദിക്കണം, കാര്യങ്ങൾ ചർച്ച ചെയ്യണം. രാജ്യത്തിന്റെ പോക്ക് അപകടത്തിലേക്ക്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അമേരിക്കക്കാരനോടും ചൈനക്കാരനോടും മത്സരിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ രാജ്യം, ആ ഇന്ത്യയുടെ സാമ്പത്തികമായ മൊത്തം വളർച്ചാ നിരക്ക്, DGP-യുടെ നിരക്ക് 4.5%. GDP-യുടെ നിരക്ക്, മൊത്തം സാമ്പത്തിക വരുമാന തോത് 4.5%. ഈ രാജ്യത്തിന്റെ കാതൽ വ്യവസായങ്ങൾ, സിമന്റ്, വൈദ്യുതി, കൽക്കരി അടക്കമുള്ള കാതൽ വ്യവസായങ്ങൾ, അതിന്റെ വളർച്ചാ നിരക്ക് 5.8%. ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ പോലും അത്തരം ഒരു അപകടത്തിലേക്ക് ഈ രാജ്യം ഒരിക്കലും പതിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ വാഹന വിപണി, അതിന്റെ വിൽപ്പന 1/3 ചുരുങ്ങി. 3 ലക്ഷം പേർക്കാണ് അവിടെ തൊഴിലവസരം നഷ്ടപ്പെട്ടത്. 3 ലക്ഷം പേർക്ക്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ആ റിസർവ് ബാങ്കിൽ കരുതൽ പണമുണ്ട് 9.8 ലക്ഷം കോടി ഉറുപ്പിക. ആരും 9-ലും 8-ലും നിന്ന് കറങ്ങരുത്. 9.8 ലക്ഷം കോടി ഉറുപ്പിക കരുതൽ പണമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതെന്തിനെന്നറിയുമോ? നമ്മുടെ ഭരണാധികാരികളുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച് വിനിയോഗിക്കാനല്ല, മറിച്ച് ഈ രാജ്യത്ത് അടിയന്തരമായ ഒരു സാഹചര്യം ഉണ്ടായി. സാമ്പത്തികമായ ധനാഗമ മാർഗങ്ങൾ മുഴുവൻ അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഈ രാജ്യം പകച്ചു നിൽക്കാൻ പാടില്ല. അപ്പോൾ അടിയന്തരമായ ഘട്ടത്തിൽ എടുത്തുപയോഗിക്കുന്നതിനാണ് കരുതൽ പണമായി സൂക്ഷിച്ചിട്ടുള്ളത്. അതുപോലും ഈ കള്ളന്മാർ കട്ടെടുത്തില്ലേ? 9.6 ലക്ഷം കോടി ഉറുപ്പികയിൽ 3.6 ലക്ഷം കോടി ഉറുപ്പിക കട്ടെടുക്കാൻ ശ്രമം നടന്നു. ആ സന്ദർഭത്തിലാണ് ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ടും കട്ടെടുത്തില്ലേ? 1.76 ലക്ഷം കോടി ഉറുപ്പിക കട്ടെടുത്ത കള്ളന്മാരാണ് അധികാരത്തിൽ നിൽക്കുന്നത്.
ഈ രാജ്യത്തെ ജനങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകണ്ടേ? പ്രിയമുള്ളവരെ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലച്ചുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടുകൾ, നമ്മുടെ എയർപോർട്ടുകൾ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താ, നമ്മുടെ രാജ്യത്തിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാ. കുത്തകക്കാരൻ എഴുതി കൊടുത്ത് പണം വാങ്ങുന്നു. ഭാരത് പെട്രോളിയം, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, കൊച്ചിൻ റിഫൈനറി. നാം ചിന്തിക്കണം അതിനെപ്പറ്റി. എല്ലാം വിറ്റു തുലക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വത്ത, അമിത്ഷായുടെ സ്വത്തല്ല, നരേന്ദ്രമോദിയുടെ സ്വത്തല്ല, BJP-കാരന്റെ സ്വത്തല്ല, എന്റെയും നിങ്ങളുടെയും സ്വത്ത. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും സ്വത്ത, ഇന്ത്യക്കാരന്റെ സ്വത്ത വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നു. ചോദിക്കണ്ടേ, ഇതെന്താ ഇവരുടെ കുടുംബ സ്വത്താണോ? അല്ല അച്ചാരം കൊടുത്തതാണോ? എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാ. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കണം. സകലതും വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. കള്ളം നടത്തണമെങ്കിൽ കള്ളം നടക്കുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ല. അതിന് വർഗീയമായ അജണ്ടകൾ എടുക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുത്തലാഖിന്റെ വിഷയം പറഞ്ഞു. ഇന്നലെയും ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാറുകാരൻ കണ്ണുനീരിട്ടിരിക്കുന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടേതായിരിക്കുന്ന മുസ്ലിം സഹോദരി ഉണ്ടല്ലോ, അതടക്കമുള്ള സഹോദരിമാരുടെ കണ്ണീരൊപ്പുന്നതിനാണ് ഞങ്ങൾ മുത്തലാഖ് ബില്ല്. നാണം, നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? ഈ രാജ്യത്ത് ഈ പാവപ്പെട്ട സമുദായത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം പിച്ചി ചീന്തിയവരല്ലേ നിങ്ങൾ? ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയ കാട്ടാളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ പാവപ്പെട്ട മുസ്ലിം സ്ത്രീയെ പറ്റി പറയുന്നു. നാണമല്ലേ? ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനുഷാത പാടിയ വാൽമീകി മഹർഷിയുടെ പാരമ്പര്യമല്ല ഈ രാജ്യത്തിനുള്ളത്. അതിനെ തച്ചു തകർത്തവൻ, പാവപ്പെട്ട പെണ്ണിന്റെ ചാരിത്രം കവർന്നെടുത്തവൻ, മുത്തലാഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിം പെണ്ണിന്റെ രക്ഷക്കെത്തിയിരിക്കുന്നു. ആരെ പറ്റിക്കാൻ? സക്കരിയ ബാനുവിനെ മറക്കാൻ സാധിക്കുമോ? ഗുജറാത്ത് കത്തിയെരിഞ്ഞപ്പോ ഗുജറാത്തിലെ എം പി ആയിരുന്ന ഇഹ്സാൻ ജഫ്രിയുടെ വീട്ടിൽ അഭയം തേടിയ ആയിരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി വീടിന്റെ കവാടം തുറന്നു കൊടുത്തു. പക്ഷെ അവിടെ ഇറച്ചിയെത്തിയ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അനുയായികൾ ചുട്ടരിച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റിലെ മെമ്പറായിരുന്ന ഇഹ്സാൻ ജഫ്രിയെ പോലും ചുട്ടുകൊന്നില്ലേ? അദ്ദേഹത്തിന്റെ വയോധികയായ ഭാര്യ ഇന്നും കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു നീതിക്ക് വേണ്ടി. അപ്പോഴാണ് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ വന്നു. ലജ്ജയില്ലേ നിങ്ങൾക്ക് പറയാൻ? മുത്തലാഖ്. അതിനുശേഷം കാശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. റദ്ദാക്കലാണല്ലോ ഇവരുടെ പരിപാടി. സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുക, അവകാശങ്ങൾ റദ്ദു ചെയ്യുക. കാരണം ഇവർ സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇവർ വെളിച്ചത്തിനെതിരാണ്. ഇരുട്ടിന്റെ ശക്തികളാണ് സ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും റദ്ദു ചെയ്യുന്നത്. അതാണ് അവരുടെ നടപടി. കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അത്തരം ഹീനമായൊരു നടപടി നടന്നപ്പോ ഈ രാജ്യത്ത് പ്രതിഷേധത്തിന്റെ അലകടൽ ഉയർന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാശ്മീർ എന്ന് കേട്ടാൽ ആരെങ്കിലും ശബ്ദിച്ചു പോയാൽ രാജ്യദ്രോഹ കുറ്റം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജമാഅത്ത് ഫെഡറേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അർത്ഥശങ്കയില്ലാത്തവണ്ണം ഞാൻ പ്രഖ്യാപിക്കുകയാണ്, കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ. പക്ഷേ അത് കാശ്മീരിലെ മണ്ണ് മാത്രമല്ല, കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കാശ്മീർ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭൂവിഭാഗവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സംസ്കൃതികളുമാണ്. അത് മനസ്സിലാക്കാൻ അധികാരികൾ തയ്യാറാകണം. ജനങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസം നേടാൻ കഴിയുന്നില്ല. 3 മുഖ്യമന്ത്രിമാരല്ലേ വീട്ടുതടങ്കലിൽ കഴിയുന്നത്? 3 മുഖ്യമന്ത്രിമാർ എത്രയോ മാസങ്ങളായി. ആ നിയമം ചുട്ടെടുത്തത് മുതൽ അവർ വീട്ടുതടങ്കലിലാണ്. അവിടേക്ക് ദേശീയ നേതാക്കന്മാരെ കടത്തിവിടുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പോകാനുണ്ടായ തടസ്സം ഞാനും നിങ്ങളും കണ്ടതാണ്. CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, യൂസുഫ് തരിഗാമി എന്ന് പറയുന്ന മുൻ MP, അദ്ദേഹം വളരെ
രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ്. ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു എന്നറിയാൻ സാധിക്കാത്ത ഒരു സന്ദർഭം. അവസാനം കോടതികൾ കയറിയിറങ്ങിയതിനു ശേഷമാണ് സീതാറാം യെച്ചൂരിക്ക് പോലും അവിടെ പോകാൻ സാധിച്ചത്. അങ്ങനെ കാശ്മീരിനെ ബന്ദികളാക്കി വെച്ചു. ഓരോരോ നിയമങ്ങൾ ഓരോ ദിവസവും UAPA കരിനിയമം, ആ കരിനിയമങ്ങൾക്ക് ശക്തി കൂട്ടുന്നു. സ്വാതന്ത്ര്യത്തെ റദ്ദ് ചെയ്യുക, അവകാശങ്ങൾ റദ്ദ് ചെയ്യുക, കരിനിയമങ്ങൾ. UAPA നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്താ പറയുന്നത് നാം മനസ്സിലാക്കണം. ഭരണഘടന പറയുന്നത് ഒരു മനുഷ്യന്റെ മേൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം തെളിയിക്കുമ്പോഴാണ് കുറ്റവാളിയായി തീരുന്നത്. പക്ഷെ കരിനിയമങ്ങൾ അങ്ങനെയല്ല. UAPA ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റവാളിയാണ്, അദ്ദേഹം നിരപരാധിയാണെന്ന് സ്വയം തെളിയിച്ചു കൊള്ളണം. അതിന്റെ ഇരയാണല്ലോ അബ്ദുൽ നാസർ മദനി. ഞാൻ ഈ ശാസ്താംകോട്ടയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന പൗരാവകാശത്തിന്റെ, ആ പൗരാവകാശ ലംഘനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയല്ലേ അബ്ദുൽ നാസർ മദനി? കരിനിയമത്തിന്റെ ഇരയാ. മദനിയുടെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ് ഈ ശാസ്താംകോട്ടയുടെ മണ്ണ്, ആരും സംശയിക്കണ്ട. പ്രിയമുള്ളവരെ, നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്ര വർഷമാണ്? ആദ്യം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാക്കി അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയി. എന്തെല്ലാമോ പറഞ്ഞു. ഞാനും നിങ്ങളും അടക്കം സംശയിച്ചു പോയി. ചിലപ്പോൾ ശരിയായി. 10 വർഷക്കാലത്തോളം വല്യുമ്മ മരിച്ചു. ആ മയ്യത്ത് പോലും ഒന്ന് കാണാൻ അനുവദിച്ചോ? ജാമ്യം പോട്ടെ, ഒരു പരോള് പോലും കൊടുക്കാതെ തടവറയ്ക്കുള്ളിൽ, ഇരുട്ടറയ്ക്കുള്ളിൽ, കോയമ്പത്തൂരിലെയും സേലത്തെയും ജയിലറയ്ക്കുള്ളിൽ ഒരു മനുഷ്യന്റെ ജീവിതം ഹോമിച്ചില്ലേ? അവസാനം കോടതിയിൽ നിന്ന് അന്തിമമായ വിധിയുണ്ടായി. മദനി നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ ഒരു ചെറിയ അംശം പോലും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് 100% നിരപരാധിയായി അഗ്നിശുദ്ധി വരുത്തി കേരളത്തിലേക്ക് കടന്നു വന്നു. മദനിയെ ആനയിച്ചു കൊണ്ടുപോയി മന്ത്രി പുങ്കവന്മാർ. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ഒരു ഭാഗത്ത് അറബിക്കടലിന്റെ അലമാലകൾ ആർത്തിരമ്പുമ്പോ ഒരു മനുഷ്യ മഹാസാഗരം അലയടിക്കുകയായിരുന്നു. സമാനമായി ശംഖുമുഖം കടപ്പുറത്ത് ഞാനും ഉണ്ടായിരുന്നു. ഈ വേദിയിലുള്ള പലരും ഉണ്ടായിരുന്നു. ബഹുമാന്യനായ ആറ്റക്കോയ തങ്ങൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഒരു മനുഷ്യ മഹാസാഗരം. ആ മനുഷ്യ മഹാസാഗരത്തിൽ മന്ത്രിമാരൊക്കെ സംസാരിച്ചു. അവസാനം മദനിയും ക്ഷണിക്കപ്പെട്ടു സംസാരിക്കാൻ. മദനി തന്റെ സംസാരത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ചോദിച്ചു, എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട 10 വർഷക്കാലം എന്റെ ഭാര്യയായ സൂഫിയ ഒരു വിധവയെ പോലെ ജീവിച്ചു. എന്റെ മക്കൾ സലാഹുദ്ദീൻ അയ്യൂബിയും ഉമർ മുഖ്താറും അനാഥകളെ പോലെ ജീവിച്ചു. എന്റെ സകലമാന സംഗതികളും എന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടു. 10 വർഷക്കാലം ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നു. എന്ത് പ്രായശ്ചിത്തമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? മദനിയുടെ ശബ്ദം പ്രകമ്പനം കൊണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളം ലജ്ജിച്ചു തലതാഴ്ത്തി. ഒരു സമാധാനവും നമുക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, അവിടെ കൂടിയ പുരുഷാരം ഒരു പ്രതിജ്ഞ എടുത്തു. രണ്ടാമതൊരു മനുഷ്യന് ഈ അവസ്ഥ വരാൻ പാടില്ല. രണ്ടാമതൊരു മനുഷ്യൻ, ഒരു പൗരന് ഈ അവസ്ഥ വരാൻ പാടില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് വീണ്ടും കടത്തിക്കൊണ്ടുപോയി മദനിയെ. ഈ വഴിയിലൂടെയാണല്ലോ കൊണ്ടുപോയത്. ഇപ്പൊ കൊണ്ടുപോയത് കർണാടകത്തിലേക്കായിരുന്നു. ബാംഗ്ലൂർ സ്ഫോടനത്തിലെ കേസും പറഞ്ഞുകൊണ്ട് കടത്തിക്കൊണ്ടുപോയി. ആർക്കും ശബ്ദിക്കാൻ പറ്റാത്തവണ്ണം UAPA പ്രയോഗിച്ചു. കരിനിയമമാണ്. അദ്ദേഹം വല്ലാതെ പൊറുതിമുട്ടുന്നു. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നു. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ഘട്ടത്തിൽ പോലും ജന്മനാട്ടിലേക്ക് ഒന്ന് കടന്നു വരാൻ, തന്റെ പിതാവിനെ ഒന്ന് കാണാൻ, തന്റെ ഉറ്റവരെ ഒന്ന് കാണാൻ, തന്റെ ജീവനായി ജന്മനാട്ടിനെ ഒന്ന് കാണാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ലല്ലോ. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കരിനിയമങ്ങളുടെ ഫലമല്ലേ? മദനി ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുണ്ട് ഈ രാജ്യത്തിന്റെ തടവറകളിൽ. നിങ്ങൾക്കറിയുമോ? മദനി അറിയപ്പെട്ടയാളായതുകൊണ്ട്, പൊതുപ്രവർത്തകനായതുകൊണ്ട്, മതപണ്ഡിതനായതുകൊണ്ട്, പ്രഭാഷകനായതുകൊണ്ട്, ലോകമറിയപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ലോകം ചർച്ച ചെയ്യുന്നു. ഒറ്റപ്പെട്ട വ്യക്തിയല്ല, ലക്ഷക്കണക്കിന് പേരുണ്ട്. ആ കരിനിയമത്തിന് പോലും ശക്തി പോരാ. വീണ്ടും ശക്തി കൂട്ടുന്നു. പ്രിയമുള്ളവരെ, ആ നിയമത്തിന് ശക്തി പോരാ.
വ്യക്തികൾ മാത്രം അതിന്റെ പരിധിയിൽ വന്നാൽ പോരാ, പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഇത്രയും കാലം വ്യക്തികൾക്കെതിരെ മാത്രമേ കരിനിയമം പ്രയോഗിക്കാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കരിനിയമങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ വരുന്നു NRC, ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതെന്താ കേൾക്കുമ്പോ വലിയ ഇമ്പമുള്ളൊരു പേരാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുകയാണ്. സ്വദേശി എന്നും വിദേശി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ മക്കളെ വെട്ടിമുറിക്കുകയാണ്. വിഭജനം, രണ്ടാമതൊരു വിഭജനം. പ്രിയമുള്ളവരെ, വിഭജനം ഇവരുടെ സൃഷ്ടിയാണ്. എപ്പോഴും വിഭജനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മേൽ കെട്ടിവെക്കുന്നു, മുഹമ്മദ് അലി ജിന്നയ്ക്ക് മേൽ കെട്ടിവെക്കുന്നു. ഈ വിഭജനം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാം. ആദ്യമായി ആരാ വിഭജനത്തെ പറ്റി പറഞ്ഞത്? 1895 ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഭായി പരമാനന്ദ് ആണ് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിഭജിക്കലാണ് പരിഹാരമെന്ന് ആദ്യമായി പറഞ്ഞത് ഭായി പരമാനന്ദാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അതിനുശേഷം 1935 സവർക്കറാണ് ഈ വിഭജനത്തിന്, ഇന്ത്യ വിഭജനത്തിന് ഉത്തരവിട്ടത്. വിഭജനം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോ ആ പ്രഖ്യാപനം നടത്തുവാൻ മുഹമ്മദ് അലി ജിന്ന തയ്യാറായില്ല. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി സംസാരിച്ചത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. അതാണ് ചരിത്രം. വിഭജനവും ഈ ഭ്രാന്തന്മാരുടെ സൃഷ്ടിയാണ്. ആ വിഭജനം കൊണ്ടും അവർ സംതൃപ്തരായില്ല. വീണ്ടും ഈ രാജ്യത്തെ വിഭജിക്കണം, വീണ്ടും ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആസാമിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചില അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ട്. അത് ശരിയാണ്, അഭയാർത്ഥി പ്രവാഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ഒരു കരാറിൽ ഒപ്പിട്ടു. അതിലെന്താ പറഞ്ഞത്? 1971 മാർച്ച് മാസം 24-ാം തീയതി വരെ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ ആസാമിലെത്തിയ എല്ലാവർക്കും അവിടെ തങ്ങാം, അവരുടെ പൗരത്വം ഉറപ്പു നൽകാം. അത് പരിശോധിച്ചിട്ട് അതിൽ തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ അത് തന്നെ സങ്കീർണമായതിനാൽ നീണ്ടുപോയി. അവസാനം 2014 ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അവരുടെ ദുഷ്ടലാക്ക് നമുക്കറിയാം. വർഗീയമായ കണ്ണിലൂടെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്, മതേതരത്വത്തിന്റെ കണ്ണിലൂടെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യയിലെ അഭയാർത്ഥി പ്രശ്നത്തെ മതേതരത്വത്തിന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടതെങ്കിൽ ആരും ശബ്ദമുയർത്തില്ലായിരുന്നു. പക്ഷേ വർഗീയമായ കണ്ണിലൂടെയാണ് ഇവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് NRCയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും മറ്റും നടക്കുമ്പോ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചത്. അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകളുമായി ഹാജരാകാൻ 500-600 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഹാജരാകാൻ തലേ ദിവസമാണ് നോട്ടീസ് കിട്ടുന്നത്. ആസാമിലെ ജനങ്ങൾക്ക് നിങ്ങൾ അറിയുമോ? നിങ്ങൾ ഇവിടെയുള്ള പൗൾട്രി ഫാമുകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലും, ഇവിടെയുള്ള റെസ്റ്റോറന്റുകളിലേക്ക് കടന്നു ചെല്ലും. നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണാം, ആസാമികളെ കാണാം, പട്ടിണി പാവങ്ങൾ. അവരുടെ ഗൾഫാണ് കേരളം. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പാവപ്പെട്ട ആസാമികൾ. ആ ആസാമികൾക്ക് റെക്കോർഡുകളുമായി ഹാജരാകാൻ തലേ ദിവസമാണ് മുസ്ലിം സമുദായത്തിന്.